വലൈക്കും വറഹമത്തുള്ള. അടുത്ത പേജ് നമ്പർ 6, 1.1.6 അസ്സീറത്തു ദാത്തിയ. സീറ ദാത്തിയ, ജീവചരിത്രം, ഓട്ടോബയോഗ്രഫി. യുഖ്സദു ബിഹ ലുഗത്തൻ, ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം അത്തൊരീഖ ഔ അസുന്ന. ത്വരീഖ, വഴി, സുന്നത്ത്, മാർഗം എന്നൊക്കെയാണ്. വൽ ഹാല, അവസ്ഥക്ക് പറയും. അല്ലത്തിനഷ അലൈഹൽ ഇൻസാൻ, മനുഷ്യൻ വളർന്നു വന്ന അവസ്ഥ. ഇതൊക്കെയാണ് അസ്സീറ അദ്ദാത്തിയയുടെ ലുഗത്തിലുള്ള മാന. ഇസ്തുലാഹൻ, സാങ്കേതികമായിട്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫഹുവ സർദുൽ അഫ്രാദ്, ഓരോ വ്യക്തിയുടെയും ആഖ്യാനമാണ്. ലി ഖിസസി ഹയാത്തിഹിമുൽ ഖാസ, അവരുടേതായ പ്രത്യേകമായ കഥകളുടെ, സ്വന്തത്തിൻ്റെ കഥകളുടെ. വതഅരിദു സീറത്തു ദാത്തിയ ഖിസ്സത ഹയാത്തി സ്വഹിബിഹ, ആ സീറ ദാത്തിയ അവതരിപ്പിക്കുന്നു എന്തിനെ? ഖിസ്സത ഹയാത്തി സ്വഹിബിഹ, അത് ആരാണോ പറയുന്നത് ആ വ്യക്തിയുടെ ജീവിത കഥ. യസ്തർജിഉൽ മുഅല്ലിഫ്, ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ രചയിതാവ് തിരിച്ചു പോകുന്നു. വയതദക്കറു ദിക്രിയാത്തിഹി, തൻ്റെ ഓർമ്മകളെ ഓർക്കുന്നു. വമിൻ സമ്മ യഖൂമു ബിതദ്വീനിഹ, പിന്നീട് അവ ക്രോഡീകരിക്കാൻ ആരംഭിക്കുന്നു, അവ നിർവഹിക്കുന്നു. ഇതാണ് സീറ ദാത്തിയ. വസ്സീറത്തു ദാത്തിയത്തു ബിൽ അദബ്, സാഹിത്യത്തിലെ ഈ സീറ ദാത്തിയ തതറാവഹു ബൈന തഫാസീലി ഹയാത്തിൽ മുഅല്ലിഫ്, അത് കടന്നു വരുന്നത് രചയിതാവിൻ്റെ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ, വിശദീകരണങ്ങൾക്കിടയിലൂടെയാണ് കടന്നു വരുന്നത്. ഫഹിയ, അവ ഇമ്മ അൻ തസ്റുദ ഹയാത്തി ഷഖ്സി, ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആഖ്യാനിക്കുകയായിരിക്കും. ബി അജ്സാ ഇൻ ബസീത്ത, ഏറ്റവും ലളിതമായ മേഖലകളിലൂടെ. ഔ തഅരിദ് യൗമിയാത്തിഹി, അല്ലെങ്കിൽ അതിൻ്റെ ഡയറി കുറിപ്പ് പോലെ കുറിപ്പുകളെ അവതരിപ്പിക്കലായിരിക്കും. ഔ തഹ്തമ്മു ബിസർദി ഇഅ്തിറാഫാത്തിഹി ഷഖ്സിയ, അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വ അംഗീകാരം, വ്യക്തിത്വത്തിൽ അംഗീകരിക്കുന്ന കാര്യങ്ങളെ ആഖ്യാനിക്കുന്നത് അവ പ്രാധാന്യം കൊടുക്കലായിരിക്കും. ലിദാലിക, ഇക്കാരണങ്ങൾ കൊണ്ട് ഫഇന്ന സീറ, ഈ സീറ എന്ന ഈ കല ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ ജംഉൻ, അവ ഒരു സംയോജനമാണ്, ക്രോഡീകരണമാണ്. ബൈന താരീഖി, ചരിത്രത്തിനിടയിലും, വബൈന ഷഖ്സിയ നഫ്സിഹ, അതോടൊപ്പം തന്നെ വ്യക്തിത്വത്തിനിടയിലും, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനിടയിലും ചരിത്രങ്ങൾക്കിടയിലുമുള്ളൊരു സംയോജനമാണ് എന്ന് പറയാം. വിദാലിക അശാറ ബഅദു ഉലമാ ഇൻ നഫ്സ്, ഇക്കാരണങ്ങൾ കൊണ്ട് പല സൈക്കോളജിസ്റ്റുകളും സൂചനകളായി അവതരിപ്പിച്ചിട്ടുണ്ട്. വല്ലിജ്തിമാഇ, സാമൂഹിക ശാസ്ത്രജ്ഞന്മാരൊക്കെ, ഇല അന്ന സീറ ദാത്തിയ എന്നുള്ളത് തംനഹുൽ മുഅല്ലിഫ്, അത് രചിക്കുന്ന ആൾക്ക് അവസരം നൽകുന്നു ഫുർസത്തൻ, ഒരു അവസരം നൽകുന്നു. എന്തിൻ്റെ അവസരം? ഫുർസത്ത ഇആദത്തി റസ്മി താരീഖിഹിൽ ഖാസ്, അവൻ്റേത് മാത്രമായ ചരിത്രത്തെ പുനരാഖ്യാനം നടത്താൻ അവസരമാണ് നൽകുന്നത് എന്ന്. ഫഖദ് ലഹറത്ത് സീറത്തു ദാത്തിയ മുൻദുൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടം മുതൽ തന്നെ സീറ ദാത്തിയ ഉണ്ടായിട്ടുണ്ട്, രംഗത്തുണ്ട്. വകാന അശ്ശിഉറുൽ ഗിനാഇ, ഈ ഷിഉറുൽ ഗിനാഇ എന്ന ജാഹിലിയ കാലഘട്ടത്തിൽ അറിയുന്ന കവിതകൾ ഹുവ നൗഉൽ ഫന്നില്ലദി ഉദ്ദ മഹ്ദ സീറ ദാത്തിയ, അതൊരു ഇനമാണ്, ഒരു കലാരൂപമാണ്. അതാവട്ടെ അല്ലദി ഉദ്ദ, അവ കണക്കാക്കപ്പെടുന്നു മഹ്ദ സീറ ദാത്തിയ, സീറ ദാത്തിയുടെ മഹ്ദായിട്ട്, തൊട്ടിലായിട്ട് കണക്കാക്കപ്പെടുന്നത് അതാണ്. വഇൻദമാ ജാഅ അൽ ഇസ്ലാം, ഇസ്ലാം രംഗത്ത് വന്നപ്പോൾ അസ്ബഹത്തുൽ ഹാജത്തു അക്ബർ, ഏറ്റവും അധികം ആവശ്യങ്ങൾ കൂടി വന്നു. ഇലാ തദ്വീനി വഖാഇ താരീഖ്, ചരിത്ര സംഭവങ്ങളെ രേഖപ്പെടുത്തി ക്രമീകരിക്കുക, ക്രോഡീകരിക്കുക എന്നുള്ളത്. മവാഖിഫ് ഷഖ്സിയത്തി താരീഖിയ, ചരിത്ര വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങളെയും. ഫബാറസത്ത് സീറത്തു ദാത്തിയ, അങ്ങനെയാണ് സീറ ദാത്തിയ ഉണ്ടായിത്തീരുന്നത്. വഷ്തുഹിറത്ത് ഹീനദാഖ്, അങ്ങനെ ആ കാലഘട്ടത്തിൽ സിദ്ധിയാർജിക്കപ്പെട്ട സംഗതിയാണ്. ഏതുപോലെ സീറത്തി മുആവിയ ബനി ഉമയ്യ, സീറത്തു മുആവിയ ബനു ഉമയ്യ എന്നൊക്കെ പറയുന്ന സിറ. അതേപോലെ സീറത്തു ബിൻ ഇസ്ഹാഖും വഗൈരിഹിം, അതല്ലാത്തതും അൽ കസീർ, ധാരാളം ആ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബൈദ അന്ന തതവ്വുറ സീറ ദാത്തിയ ഫിൽ അദബി, അങ്ങനെയൊക്കെയാണെങ്കിലും സാഹിത്യത്തിലെ സീറ ദാത്തിയുടെ ഡെവലപ്മെൻറ്റ് ഇക്തസബ മൗദൂഇയ്യ, അത് ഒബ്ജക്റ്റിവിറ്റി നേടിയതായിരുന്നു. അക്ബർ, ധാരാളമായ ഒബ്ജക്റ്റിവിറ്റി അതിലുണ്ട്. വഅദഖ ഫിൽ അർദ്, അവതരണത്തിലെ സൂക്ഷ്മതയും കൃത്യതയും ഉണ്ടായിരുന്നു. വതഹ്ഖീഖ്, അതിലെ സത്യസന്ധതയും, അതേപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള അവതരണമായിരുന്നു. അവിടെ ഒരു ദാത്തിയ ഉണ്ടായിരുന്നില്ല. ചില ആളുകൾ വ്യക്തികളെ ഉഷാറാക്കി കൊണ്ടുവരാനുള്ള ശ്രമം അന്നില്ല, മറിച്ച് അതിൽ ഒബ്ജക്റ്റിവിറ്റി എന്താണ്, അതിൽ യാഥാർത്ഥ്യം എന്താണ്, അവ അവതരിപ്പിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. ഫദഹർദ് കുതുബ് അത്തബഖാത്ത് വത്തറാജിം, അങ്ങനെ തറാജിമുകളും തബഖാത്തുകളൊക്കെ ഉണ്ടായിത്തീർന്നു. വഹിയൽ കുതുബുല്ലതി തരിത് അസ്രി റിവായ തദ്വീൻ, അതൊരു ക്രോഡീകരണത്തിൻ്റെയും അതേപോലെ തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെയും കാലഘട്ടത്തെ തുടർന്നുണ്ടായ കൃതികളാണ്. അങ്ങനെയെങ്കിൽ ഫസീറ ദാത്തി യസ്തമറത്ത് ബി തതവ്വുർ,
ഈ സിറദാത്തി എങ്ങനെ ഡെവലപ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. വൽ ഇന്തിഷാർ, അതിന് പ്രചാരം കിട്ടിക്കൊണ്ടേയിരുന്നു. അബ്റൽ ഉസൂർ, കാലഘട്ടങ്ങളിലൂടെ. വകാനൽ ഉദബാ വൽ മുഅർരിഖൂൻ, സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും ആയിരുന്നു. യുദവ്വിനൂന അഹ്ദാസ ഉസൂരിഹിം, അവരെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെ അവർ ക്രോഡീകരിക്കുന്നുണ്ടായിരുന്നു. വയഅരിദൂന മവാഖിഫ ഹയാതിഹിമുൽ മുഖ്തലിഫ, അവരുടെ ജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളെ അവർ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. കാനത്തു സിറത്തു ദാതിയ ഫി തറഖി വൽ ഇസ്തിഹാർ, ചുരുക്കത്തിൽ സിറദാത്തിയ അത് പുരോഗതിയുടെ പാതയിൽ തന്നെ. ബൈദ അന്ന ബിദായത ഹാദൽ അസ്ർ, എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ഇഷ്തുഹിറ ബിൽദുഹൂരി ഹറകാത്തി തഹറുരി ഫി സഹാത്തിൽ അറബിയ, അറേബ്യൻ ചുറ്റുപാടുകളിൽ മോചനങ്ങളുടെ പ്രക്രിയകൾ അല്ലെങ്കിൽ മോചനങ്ങളുടെ ഹറക്കാത്തുകൾ, ചലനങ്ങൾ, പ്രസ്ഥാനങ്ങൾ അവർ രംഗത്തു വന്നു. പിന്നെ ഹമ്മിഹ, അതിൽപ്പെട്ടതായിരുന്നു അൽ ഹറക്ക അൽ ഫിക്രിയ, ചിന്താ പ്രസ്ഥാനം. അല്ലത്തി ദഅ ഇലൈഹ റഫാഅത്ത് തഹ്താവി ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന. ഫഅല്ലഫ കിതാബുഹു, അങ്ങനെ അദ്ദേഹം തൻ്റെ ഗ്രന്ഥം രചിച്ചു. തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസ് ബാരിസ്, പാരീസിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയ നാളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം രാജാവിൻ്റെ പാഷയുടെ നിർദ്ദേശപ്രകാരം രചിച്ച ഗ്രന്ഥം. വകാന ഹാദൽ കിതാബ് മസാബത്തിൽ ബിദായ, ഈ ഗ്രന്ഥം ഒരു ആരംഭം എന്ന നിലക്ക് പരിഗണിക്കാവുന്ന ഗ്രന്ഥമാണ്. ശജഅത് ഇലാ കിതാബത്തി ഫന്നി സിറദാത്തിയ ഫിൽ അദബി അൽ മുആസിർ, ആധുനിക കാലഘട്ടത്തിലെ സിറദാത്തിയ എന്ന കലയിൽ ഗ്രന്ഥരചനയ്ക്കുള്ള പ്രോത്സാഹനം നൽകിയ അതിൻ്റെ തുടക്ക ഗ്രന്ഥം എന്ന നിലക്ക് നമുക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് അവ. വസദഅ ഹാദൽ ഫന്നു, ഈ കലക്ക് സാധിച്ചിട്ടുണ്ട്. അയൻഖുല ബിമിസ്ദാഖിയത്തിൻ വസിഖ, നല്ല വിശ്വസ്തയോടെ ക്രെഡിബിലിറ്റിയോടെ കൈമാറ്റം ചെയ്യാൻ. ഹഖീഖത്ത സ്വദ്ധാം ബൈനൽ ഗർബി വശർഖ്, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിലുള്ള ഒരു സ്വദ്ധാമായിട്ട്, അവിടെയുള്ള ഒരു കെട്ടായിട്ട് യാഥാർത്ഥ്യത്തോടെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സംഗതി ആയിട്ട് ഈ സീറക്ക് സാധിച്ചിട്ടുണ്ട്, ഈ കലക്ക് സാധിച്ചിട്ടുണ്ട്. ബൈദ അന്ന, എന്നിരുന്നാലും ഉദബാ അൽ അദബ് അൽ അറബി അൽ മുആസിർ, ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ ലം യക്തഫു ബിസലക്കി ത്വരീഖിൽ ഉദബാ അൽ ഖുദമാ അൽ അറബ്, പൗരാണിക അറേബ്യൻ സാഹിത്യകാരന്മാരുടെ വഴിയിൽ മാത്രം പരിമിതപ്പെടുത്താൻ അവർ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടില്ല. സിറദാത്തിയ എഴുതുന്ന മേഖലയിലും. ബൽ, എന്നാൽ ഇന്ന ബഅദഹും തഅസ്സറു, അവരിൽ അധികം ആളുകളും അല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. ബിൻ നഹ്ദ അൽ ഔറോബിയ അൽ ഹദീസ, ആധുനിക യൂറോപ്യൻ നവോത്ഥാനത്തിൽ അവർക്ക് സ്വാധീനമുണ്ടായിട്ടുണ്ട്. അടുത്ത് അഷ്ഹുറു കുതുബി സിറദാത്തിയ വ അസ്ഹാബുഹ, ഏറ്റവും പ്രസിദ്ധമായ സിറദാത്തിയകളും അവയിലെ രചയിതാക്കളും. ഒന്ന് ഹംലത്തു തഫ്തീഷ്, അത് ലത്തീഫ് സയ്യാത്തിൻ്റെതാണ്. അൽ അയ്യാം ത്വഹ ഹുസൈൻ്റെത്. അസ്ദാ ഉ സിറദാത്തിയ നജീബ് മഹ്ഫൂദിൻ്റെത്. റിഹ്ല ജബലിയ റിഹ്ല സുഅബ, ഇത് ഫദ്വ തൂഖാൻ്റെത്. അൽ ജംർ വർ റമാദ് ഹിഷാം ഷറാബിയുടേത്. കിതാബ് അൽ ബി'r അൽ ഊല ജബ്ര ഇബ്രാഹിം ജബ്രയുടെ. ഹയാത്തുൻ ഫിൽ ഇദാറ ഗാസി അൽ ഖസീബിയുടെ. അതുപോലെ തന്നെ അൽ ഖുബ്സുൽ ഹാഫി ഇബ്രാഹിം ശുക്രിയുടെ. റഅയ്തു റമല്ലാഹ് മുരീദ് അൽ ബർഗൂസിയുടെ. അതേപോലെ അന അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിയുടെ. ഹയാത്തി അഹ്മദ് അമീൻ്റെ. ഇനി റിക്യാപ്പ് നോക്കാം. അൽ മഖാല എന്ന് പറഞ്ഞാൽ ബഹ്സുൻ ഖസീറുൻ, അതൊരു ലളിതമായ ഒരു ഗവേഷണമാണെന്ന് പറയാം. ഫിൽ ഇൽമി അവിൽ അദബി അവി സിയാസത്തി അവിൽ ഇജ്തിമാഇ, ശാസ്ത്ര, സാഹിത്യ, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലുള്ള. തെറ്റനാവലു ജാനിബം മിൻ ജവാനിബി മൗദൂഇമ, ഏതെങ്കിലും വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തവ കൈകാര്യം ചെയ്യുന്നു. ഇനി തതവ്വുറു ഫന്നിൽ മഖാല, അതിൻ്റെ മഖാലയുടെ തതവ്വുർ ഡെവലപ്മെൻറ്റ്. മൽ മർഹലൽ ഊല, ഒന്നാമത്തെ ഘട്ടം. യുമസ്സിലുഹ കുത്താബ് സുഹഫി റസമിയ, പത്രമാധ്യമങ്ങളിലെ ഔദ്യോഗിക എഴുത്തുകാർ പ്രതിനിധീകരിക്കുന്ന കാലഘട്ടമാണ്. അൽ മർഹലത്തു സാനിയ, രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ തഅ്സീറു ഹറക്കത്തിൽ ഇസ്ലാഹ്, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്വാധീന കാലഘട്ടമാണ്. അൽ മർഹലത്തു സാലിസ, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തഅസ്സുറുൽ ഇഹ്തിലാൽ അൽ ഔറൂബി വൻ നസഅത്ത് അൽ ഹിസ്ബിയ, യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ സ്വാധീന ഘട്ടമാണ്. അതോടൊപ്പം രാഷ്ട്രീയ കക്ഷിത്വ സംഘടനകളുടെയും ഘട്ടമാണ് എന്ന് പറയാം. അൽ മർഹലത്തു റാബിഅ, നാലാമത്തെ ഘട്ടം. യുമസ്സിലുഹ ഉദബാഉ, സാഹിത്യകാരന്മാർ പ്രതിനിധീകരിക്കുന്ന ഘട്ടമാണ്. എങ്ങനത്തെ സാഹിത്യകാരന്മാർ? അഖദു ബിഹദ്ദിൻ വാഫിർ മിന സഖാഫ അൽ ഗർബിയ, വലിയൊരളവോളം പാശ്ചാത്യൻ സംസ്കാരങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള. ഫി ഫത്രത്തിൻ ഇസ്തിഖാമ ഫിഹ അൽ ഉസ്ലൂബ് തഅബീർ അറബി, അറേബ്യൻ ആവിഷ്കരണ മേഖലയിൽ സ്വന്തം കാൽ നിൽക്കാവുന്ന ഇസ്തിഖാമത്തുണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ പോലും പാശ്ചാത്യൻ രചനകളിൽ നിന്ന് വലിയൊരളവ് സ്വീകരിച്ച സാഹിത്യകാരന്മാർ നിലകൊള്ളുന്ന ഘട്ടമാണ് നാലാമത്തെ ഘട്ടം. ഇനി അഷ്ഹറു കുത്താബിൽ മഖാല, ഈ മഖാലയിലെ പ്രസിദ്ധരായ രചയിതാക്കളുടെ എഴുത്തുകാർ അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്, അൽ മൻഫലൂത്തി, അഹ്മദ് അമീൻ, ത്വഹ ഹുസൈൻ, അലി അത്വൻതാവി. അസ്സിറ അദ്ദാത്തിയ എന്ന് പറഞ്ഞാൽ സർദുൽ അഫ്റാദ് ലിഖിസസി ഹയാത്തിഹിമുൽ ഖാസ്സ,
അത് ഓരോ വ്യക്തികളും അവരുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള കഥയുടെ ആഖ്യാനമാണ് എന്ന് പറയാം. ഫഖദ് ളഹറത്ത് സീറത്തു ദാത്തിയ മുൻദുൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടം മുതൽ തന്നെ സീറ ദാത്തിയ ഉണ്ടായിട്ടുണ്ട്. വസ്തമറത്ത് ബി തതവ്വുർ, അതിൻ്റെ പുരോഗതി തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വൽ ഇന്തിശാർ, അതിൻ്റെ പ്രചാരവും അബ്റൽ ഉസൂർ, കാലഘട്ടങ്ങളിലൂടെ. അഷ്ഹറു കുത്താബി സീറ ദാത്തിയ, ഇതിൽ പ്രഗത്ഭരായ എഴുത്തുകാർ ആരൊക്കെയാണ് സീറ ദാത്തിയയിൽ? ഒന്ന് ലത്തീഫ അസ്സയ്യാദ്, നജീബ് മഹ്ഫൂദ്, ഇബ്രാഹിം ശുക്രി, മൊരീദ് അൽ ബർഗൂസി. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, 10 ചോദ്യങ്ങളും അതിന് ആൻസേഴ്സും ഉണ്ട്. ഒന്ന് മാഹിയ ഫന്നുൽ മക്കാല, അപ്പം അതിൻ്റെ ഉത്തരം അപ്പുറത്തുണ്ട്, ഇത് നമ്മൾ വായിച്ച ഭാഗമാണ്, അതുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മാത്രം നോക്കാം. മാഹിയ ഫന്നുൽ മക്കാല, എന്താണ് ഫന്നുൽ മക്കാല? മാഹിയ അവ്വലു സഹീഫ ഫിൽ അദബിൽ അറബിൽ ഹദീസ്, അറബി ആധുനിക സാഹിത്യത്തിലെ ഒന്നാമത്തെ പത്രം ഏതാണ്? ഹൽ കാലത്തിൽ മക്കാല മൗജൂദ ഫിൽ അസ്ൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ മക്കാല നിലവിലുണ്ടായിരുന്നുവോ? ഉക്തുബ് സലാസത മിൻ നുബലാഇൽ കുത്താബി ഫി അൽ മക്കാല അൽ അറബിയ അൽ ഹദീസ, ആധുനിക അറേബ്യൻ മക്കാലയിൽ ഉണ്ടായിട്ടുള്ള എഴുത്തുകാരിലെ പ്രഗത്ഭരായ 3 പേരെ പറ്റി പരാമർശിക്കുക. 5 മാദാ തഅരിഫു അൻ സീറ ദാത്തിയ, സീറ ദാത്തിയെക്കുറിച്ച് നിനക്ക് എന്തെല്ലാം അറിയാം? മൻ കതബ അൽ അയ്യാം, അൽ അയ്യാം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? റിഹ്ല ജബലിയ, റിഹ്ല ശുഅബ, ഇത് സീറ ദാത്തിയ, ഒരു സീറ ദാത്തിയാണ്. ലിമൻ, ആരുടെ? മൻ അല്ലഫ അൽ ഖുബ്സുൽ ഹാഫി, അൽ ഖുബ്സുൽ ഹാഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മാ ഉൻവാനു സീറ ദാത്തിയ മുരീദ് അൽ ബർഗൂസി, മുരീദ് അൽ ബർഗൂസിയുടെ സീറ ദാത്തിയയുടെ ഹെഡിങ്, ടൈറ്റിൽ എന്താണ്? മൻ അല്ലഫ കിതാബ് ഇബ്രാഹിം അൽ കാത്തിബ്, ഇബ്രാഹിം അൽ കാത്തിബ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഇതിൽ പരാമർശിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥകാരന്മാർ, അതിലെ സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ, അതേപോലെ കൈകാര്യം ചെയ്യുന്ന മേഖല, ഇതൊക്കെ വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിക്കണം. എല്ലാവിധ പബ്ലിക് മത്സര പരീക്ഷകൾക്ക്, PSC പരീക്ഷകൾക്കൊക്കെ വളരെയധികം ചോദിക്കുന്ന മേഖലകളാണ്. ഈ ഭാഗം സൂക്ഷ്മമായി പഠിച്ചാൽ പിന്നീട് PSCക്കുള്ള പ്രിപ്പറേഷൻ വളരെ എളുപ്പമാകുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ പ്രിയ കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.